അധ്യാപകരുടെ ഇടയിലും മാതാപിതാക്കളുടെ ഇടയിലും ആൺകുട്ടികളെക്കുറിച്ച് പ്രത്യേകിച്ച് ടീനേജിലെ അഡോളസൻസിലൊക്കെയുള്ള ആൺകുട്ടികളെക്കുറിച്ച് ഒരുപാട് പരാതികളാണ്. അവരൊന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല, അവരെപ്പോഴും മൊബൈലിലാണ്, അവർ മോശപ്പെട്ട കൂട്ടുകെട്ടുകളിലാണ്, അവർ സമയത്തൊന്നും ചെയ്യുന്നില്ല, ഹോംവർക്ക് ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല, അച്ചടക്കമില്ല, പിന്നെ തർക്കുത്തരം പറയുന്നു, ഇങ്ങനെയൊക്കെയുള്ള അമിത ദേഷ്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പരാതികൾ ആൺകുട്ടികളെക്കുറിച്ചുണ്ട്. സത്യത്തിൽ ഇതിൻ്റെ വാസ്തവം എവിടെയാണ്? എന്താണ് നമുക്ക് ഈ ആൺകുട്ടികളുടെ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് പെൺകുട്ടികൾ മാത്രം മികച്ച് വരുന്ന ഒരു തലമുറ മതിയോ? ആൺകുട്ടികളുടെ ഒപ്പം മികച്ച് വന്നില്ലെങ്കിൽ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ തന്നെ വലിയ തകരാറുകൾ ഉണ്ടാവില്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. ഈയിടെയായിട്ട് വിളിക്കുന്ന മിക്ക പേരൻസും ആൺകുട്ടികളുടെ പേരൻസാണ്. ആൺകുട്ടികൾ ഒരു ടീനേജിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ പലപ്പോഴും അവർക്ക് മാനേജ് ചെയ്യാനൊന്നും പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. ഈ കുട്ടി എന്താണ്, എങ്ങനെയാണിത്, എന്താണ് പ്രശ്നം? അങ്ങനെയുള്ള ധാരാളം പേരൻസ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്, നിരാശരായിട്ട്, ഹോപ്പ്ലെസ് ആയിട്ടൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സാഹചര്യം ഒരുപക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് ഇതിനു മുമ്പുള്ള പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ എന്നാലും സ്പെസിഫിക്കായിട്ട് ആൺകുട്ടികളുടെ കാര്യമായിട്ട് മാത്രം ഒന്ന് എടുത്തു പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. പലപ്പോഴും ആൺകുട്ടികളുടെ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയാനുള്ളത്, വി ഹാവ് ടു ക്യാച്ച് ദം വെരി യങ്. ഒരു 10 വയസ്സ് കഴിയുമ്പോൾ തന്നെ ആൺകുട്ടികളുടെ കാര്യത്തിൽ വളരെ ഗൗരവമായ ഒരു ഇടപെടൽ മാതാപിതാക്കളെന്ന നിലയിൽ നമുക്കുണ്ടായിരിക്കണം. അപ്പം 10 വയസ്സ് വരെ ഒരു ജെൻഡറിൻ്റെ വ്യത്യാസമൊന്നുമില്ല. ആണായാലും പെണ്ണായാലും നമ്മൾ ചൈൽഡ്ഹുഡിൽ അവരെ എങ്ങനെ വളർത്തണമെന്നുള്ളത് ധാരാളം വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ ആണും പെണ്ണും വ്യത്യാസമൊന്നുമില്ല. ചൈൽഡ്ഹുഡിൽ ഏറ്റവും കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഹാപ്പിനെസ്സാണ് വേണ്ടത്. അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, അവർക്ക് കളിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക, നല്ല ശുചിത്വം, നല്ല ഉറക്കം, നല്ല ചിട്ടയും ഒക്കെയുള്ളൊരു അന്തരീക്ഷത്തിൽ, സ്നേഹമുള്ള അന്തരീക്ഷത്തിൽ, സുരക്ഷിതമായ അന്തരീക്ഷത്തിലൊക്കെ അവരെ വളർത്താൻ കഴിയുക എന്നുള്ളത് ചൈൽഡ്ഹുഡിലെ നമുക്ക് എല്ലാ കുട്ടികൾക്കും വേണ്ടി കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷെ ഒരു ചൈൽഡ്ഹുഡ് അങ്ങോട്ട് കഴിയുമ്പോൾ ആൺകുട്ടികളുടെ കാര്യത്തിൽ വരുന്ന ഒരു വ്യത്യാസം, പലപ്പോഴും അതുവരെ ഒരു അമ്മയുടെ ഒരു കെയറിലൊക്കെ നിന്നിരുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ അമ്മയുടെ ഒരു കെയറിൽ കംഫർട്ടബിൾ ആയിരുന്ന ഒരു കുട്ടി പലപ്പോഴും ഒരു അമ്മയുടെ കെയറിൽ മാത്രം കംഫർട്ടബിൾ ആകണമെന്നില്ല. അല്ലെങ്കിൽ ഒരു പുരുഷ മോഡലിനെ അവർക്ക് കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവർ തന്നെ അന്വേഷിക്കും. അപ്പോൾ അവിടെയാണ് ഈ ആൺകുട്ടികളുടെ അപ്പന്മാരെ വലിയ റോൾ ആ സമയത്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു 10 വയസ്സ് കഴിയുമ്പോൾ മുതൽ പിതാവിൻ്റെ ഒരു ഇൻ്റർഫിയറൻസും അവരുടെ ഒരു പ്രസൻസും ഒക്കെ ഈ കുട്ടികളുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. ഡെലിബറേറ്റ് ആയിട്ട് അത് കൊടുക്കാനായിട്ട് അപ്പന്മാർ തയ്യാറായില്ലെങ്കിൽ കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ പലപ്പോഴും അമ്മയുടെ കയ്യിൽ ഇത് നിന്നു എന്ന് വരില്ല. ഈ വിളിക്കുന്ന പല കേസുകളിൽ ഞാൻ നോക്കുന്നത് അവിടെ ഒരു പുരുഷൻ്റെ സാന്നിധ്യം പലപ്പോഴും ഇല്ല. ഇപ്പം പെൺകുട്ടികൾ ഈ കാര്യത്തിൽ കുറച്ച് ലക്കിയാണ്, അഡ്വാൻറ്റേജസ് ഉള്ളവരാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം പെൺകുട്ടികളെ സംബന്ധിച്ച് പൊതുവേ അമ്മമാരെല്ലാവരും അല്പം ഡിസിപ്ലിൻഡും അല്പം ഓർഗനൈസ്ഡും കുറച്ചൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചവരും ഒക്കെ ആയതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് അതൊരു അഡ്വാൻറ്റേജാണ്. അവരുടെ ആ ചെറിയ പ്രായത്തിലൊക്കെ അവർക്ക് നല്ലൊരു ഗ്രൂമിങ് കിട്ടുന്നു, വീട്ടിലവർക്ക് നല്ലൊരു മോഡലുണ്ട്. സ്കൂളിലേക്ക് ചെന്നാലോ ടീച്ചേഴ്സ് എല്ലാം മെജോറിറ്റി ഓഫ് ദ ടീച്ചേഴ്സ് ആർ വിമൻ. അതൊരു വലിയ അഡ്വാൻറ്റേജാണ്. നല്ല ക്വാളിറ്റിയുള്ള ടീച്ചേഴ്സിനെയൊക്കെ അവർക്ക് കിട്ടുന്നു. ടീച്ചേഴ്സും പെൺകുട്ടികളുടെ കാര്യത്തിൽ വളരെ കംഫർട്ടബിളാണ്. അവരെ ഒരുപാട് ആക്ടിവിറ്റീസിലും ഒക്കെ എൻഗേജ് ചെയ്യുകയും അവരെ നന്നായിട്ട് ഗ്രൂം ചെയ്യുകയും ട്രാൻസ്ഫോം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഈ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ വളരെ ഒരു അഡ്വാൻറ്റേജസ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. പക്ഷേ ആൺകുട്ടികൾക്ക് ഇത് നേരെ തിരിച്ചാണ്. വീട്ടിൽ പലപ്പോഴും പുരുഷനില്ല, ഒന്നിൽ വിദേശത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ജോലിയിലായിരിക്കും, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ആയിരിക്കും, വരുന്ന മാസത്തിലോ വർഷത്തിലോ ഒക്കെ ഒരിക്കൽ വരുന്നവരായിരിക്കും. ഇനി അല്ലെങ്കിൽ തന്നെ വീട്ടിലുള്ള പുരുഷന്മാരാണെങ്കിലും ഈ പുരുഷന്മാർ പലരും വലിയ റെസ്പോൺസിബിലിറ്റി ഒന്നും ഏറ്റെടുക്കാത്തവരും അവരെ കറക്റ്റ് ചെയ്യാത്തവരും ഒക്കെ ആയിരിക്കും. ഇപ്പോൾ വിളിക്കുന്ന പല അമ്മമാരും പറയുന്നൊരു കാര്യമാണ്, അച്ഛൻ ഇങ്ങനെയാണ്, അച്ഛനും ഒന്നും മാറാൻ തയ്യാറല്ല, അച്ഛന് മകനുമായിട്ട് അധികം ഇടപെടാറില്ല, അവൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനമില്ല, ഇമോഷണലായിട്ടൊരു കണക്ഷനില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പുരുഷനാണ് ഒരു വീട്ടിലുള്ളതെങ്കിൽ ഒരു ആൺകുട്ടിക്ക് വളരെ മോശപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെയാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. ഒരു 10 വയസ്സ് കഴിയുന്ന മുറയ്ക്ക് പുരുഷന്മാർ ആൺകുട്ടികൾ ഇപ്പം അപ്പന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ട്. ഇപ്പോൾ ഇന്ന് വിളിച്ച ഒരു ലേഡി എന്നോട് പറഞ്ഞത് അപ്പന് ട്രീറ്റ്മെൻറ്റ് വേണ്ട ആളാണ് സാർ, പക്ഷേ അപ്പനൊരു തരത്തിലും അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല, പുള്ളി പെർഫെക്റ്റ് ആണെന്നും പറഞ്ഞ്
നടക്കുന്ന ആളാണ്. ഒരുപക്ഷെ അതൊരു കറക്റ്റായിട്ടുള്ള ഒരമ്മയുടെ വിശകലനമാണെങ്കിൽ അത് വലിയ അപകടമാണ്. കാരണം അതിൻ്റെ അപകടം അവിടെ സംഭവിച്ചു കഴിഞ്ഞു. 2 ആൺകുട്ടികളും മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോയ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കേൾക്കാൻ കഴിഞ്ഞത്. ഒരാളിൽ മാനസിക പ്രശ്നങ്ങൾ, വേറൊരാളിൽ ഭയങ്കരമായിട്ടുള്ള ക്യാരക്ടർ പ്രോബ്ലം. ഇത് രണ്ടുമായിട്ട് ഈ അമ്മ ആകെ കൂടെ അസ്വസ്ഥമായിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പോൾ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ, അപ്പന്മാർ പലപ്പോഴും കറക്റ്റ് ചെയ്യാൻ തയ്യാറാകാത്തത് കൊണ്ട് അതിൻ്റെ മോശപ്പെട്ട അവസ്ഥകളെല്ലാം കുട്ടികളിലേക്ക് വരുന്നുണ്ട്. അപ്പം നമ്മൾ അപ്പൻ്റെ ഒരു വെറും പ്രസൻസ് മാത്രം പോരാ, കുട്ടികൾക്കനുസരിച്ച് പലപ്പോഴും പേരൻറ്റിങ്ങിൻ്റെ സ്റ്റൈൽ എന്തായിരിക്കണം, ഒരപ്പൻ പേരൻ്റ് എന്ന നിലയിൽ എങ്ങനെയാണ് കുട്ടികളോട് ഇടപെടേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ ഈ കാലഘട്ടത്തിൽ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഒരു ആൻസർ അതിനില്ല. നമ്മുടെ കുട്ടികളുടെ ഒരു ഡെവലപ്മെൻറ്റൽ നീഡ് എന്താണ്? ഒരു ടീനേജിലേക്ക് വരുമ്പോൾ ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റാണ്. നല്ല മെൻ്റൽ ഹെൽത്ത്, നല്ല ഇമോഷണൽ ഹെൽത്ത്, ക്യാരക്ടർ, അതിൽ ഉപരി അവർക്ക് നല്ല കാഴ്ചപ്പാടും ദർശനവും, നല്ല ചർച്ചകളൊക്കെ, വളരെ ശാന്തമായി സമാധാനത്തോടെ അവരുമായിട്ടൊക്കെ ഇരുന്ന് ചർച്ചയൊക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ, ഇതൊക്കെയാണ് ഒരു ആൺകുട്ടിയെ സംബന്ധിച്ച്. പെൺകുട്ടിക്കും ഇതൊക്കെ തന്നെയാണ് വേണ്ടത്. പക്ഷേ പെൺകുട്ടികൾ കുറച്ചുകൂടി അമിക്കബിൾ ആയതുകൊണ്ടും അമ്മമാർക്ക് അവരുടെ മേൽ കൂടുതൽ കൺട്രോൾ ഉള്ളതുകൊണ്ടും പെൺകുട്ടികൾ അത്ര വലിയ പ്രശ്നത്തിലേക്ക് പലയിടത്തും പോകുന്നില്ല എന്നുള്ളത് ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറയാൻ സാധിക്കും. നേരെ മറിച്ച് ആൺകുട്ടികളുടെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ പല വീടുകളിലും ഉണ്ടാകുന്നുണ്ട്. അധ്യാപകർക്കും ഒരു പിടുത്തം കിട്ടുന്നില്ല. അല്ലെങ്കിൽ പല ലേഡി ടീച്ചേഴ്സ് ഈ ബോയ്സിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രാപ്തിയുള്ളവരല്ല. പല സ്കൂളുകളിലും ഈ ബോയ്സിനെ ഒന്ന് എൻഗേജ് ചെയ്യാൻ അവർക്ക് അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ എല്ലാം ദോഷം ഈ വീട്ടിലെ ഈ അമ്മയുടെ ചുമലിലേക്കാണ് വരുന്നത്. ഏറ്റവും പ്രധാനമായൊരു കാര്യം പറയാനുള്ളത്, ഈ കാലഘട്ടത്തിൽ, ഇപ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ അപ്പന്മാർ അടുത്തില്ല, അല്ലെ ദൂരെ ഗൾഫിലാണ്, അല്ലെങ്കിൽ അപ്പന്മാരെ ഉത്തരവാദിത്വം ഇല്ലാത്തവരാണ്. അവിടെ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി സപ്പോർട്ട് സിസ്റ്റം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിൾ അമ്മാച്ചൻ, അല്ലെങ്കിൽ കൊച്ചച്ഛൻ, വലിയച്ഛൻ, അപ്പൂപ്പൻ, ഇങ്ങനെയുള്ള പല അപ്പന്മാരുടെ റോളിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന പലരും ഈ ആൺകുട്ടികളെ സ്വാധീനിക്കുകയും കറക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ എൻ്റെ അച്ഛൻ്റെ ബ്രദർ, അമ്മാച്ചന്, ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്ന് ആരും തന്നെ സ്വാധീനിക്കാനില്ല. അച്ഛൻ ഫെയിൽ ചെയ്താൽ അതൊരു ടോട്ടൽ ഫെയിലിയറിലേക്ക് പോകുന്നു, അമ്മ ഫെയിൽ ചെയ്താൽ അതൊരു ടോട്ടൽ ഫെയിലിയറിലേക്ക് പോകുന്നു. ബന്ധുക്കാരുമായിട്ടൊന്നും വലിയ ബന്ധങ്ങളില്ല, നല്ല സുഹൃത്തുക്കൾ ഇടപെടാൻ പറ്റുന്നവരില്ല. പണ്ടൊക്കെ പുരോഹിതന്മാരും മതങ്ങളും ഒക്കെ കുടുംബജീവിതങ്ങളിലൊക്കെ വന്ന് ഇടപെടുമായിരുന്നു. ഇപ്പോൾ ആരും തന്നെ ഒന്നിലും ഇടപെടാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് ഒരു കുഴപ്പം വന്നു കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കത്തില്ല. അപ്പോൾ അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ ആൺകുട്ടികളെ നമുക്ക് മിടുക്കരാക്കി കൊണ്ടുവരണമെങ്കിൽ അച്ഛനും അമ്മയും, എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് പേരൻ്റ് എന്ന നിലയിൽ ഒരു പോരായ്മ തോന്നുന്നുണ്ടെങ്കിൽ, ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു ഇന്നാഡിക്വസി തോന്നുന്നുണ്ടെങ്കിൽ, ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ടേക്ക് എ സീരിയസ് ഗൈഡൻസ്. ഒരു നല്ല ഒരു പാരൻ്റൽ ഗൈഡൻസ് ഒക്കെ അച്ഛനും അമ്മയും എടുത്തു കഴിഞ്ഞാൽ ആൺകുട്ടികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അമിതമായി അടിച്ചും, അമിതമായി ദേഷ്യപ്പെട്ടും, അമിതമായി ചീത്ത പറഞ്ഞും, കുറ്റം പറഞ്ഞു, ഉപദേശിച്ചു ഒന്നും ആൺകുട്ടികളെ ടീനേജിൽ നമുക്ക് നേരെയാക്കാനായിട്ട് പറ്റില്ല. ആൺകുട്ടികളെ ടീനേജിൽ നേരെയാക്കാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ അവരോട് ക്ഷമയോടെ അവരുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി, അവരുടെ ഡെവലപ്മെൻറ്റൽ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി ഒക്കെ അവരോട് പെരുമാറാൻ കഴിയണം. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്കൂളിലായിരുന്നു. അവിടുത്തെ ഒരു സാർ എന്നോട് ചോദിച്ചു, സാറേ, പല ആൺകുട്ടികൾക്ക് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തിരുന്നാലേ പഠിക്കാൻ പറ്റുള്ളൂ, ഫ്രണ്ട്സിൻ്റെ അടുത്തിരുന്നാലേ പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പം ഞാൻ ആ സാറിനോട് പറഞ്ഞത്, ആ കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഇന്നാഡിക്വസിയാണ് അവിടെ സർഫസ് ചെയ്യുന്നത്. കാരണം എല്ലാവരുടെ അടുത്തും ഇരുന്ന് പഠിക്കാനും, എല്ലാവരുമായിട്ടും ചേർന്ന് പോകാനും, എല്ലാവരുമായിട്ടും സഹകരിക്കാനും, അഡ്ജസ്റ്റ് ചെയ്യാനും, അക്കോമഡേറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നത് നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള കുട്ടികൾക്കാണ്. അപ്പോൾ ഇന്നത്തെ കുട്ടികളിൽ പലരുടെയും പേഴ്സണാലിറ്റിയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ പേരൻസും കൊടുക്കുന്നില്ല, അധ്യാപകരും കൊടുക്കുന്നില്ല. ഞാൻ ഒരു 10-30 കുട്ടികൾ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു 30ഓളം കുട്ടികളെ ഇന്നലെ ഒരു ടോക്കിൽ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എത്ര പേർക്ക് ഈ ശ്രീധരനെ അറിയാം? എൻ്റെ കഷ്ടകാലത്തിന് അതിനകത്ത് ഒരു കുട്ടിക്ക് പോലും ഈ ശ്രീധരനെ അറിയില്ല. അപ്പോൾ ഈ ടോളായിട്ടുള്ള, എക്സെപ്ഷണലായിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഇവർക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് എത്രയോ നല്ലതാണ്. ഇപ്പോൾ ഒരു ഗാന്ധിജിയെ തന്നെ, ഗാന്ധിജിയെ പറ്റിയുള്ള പോസിറ്റീവായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ, കലാമിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആരുമായിക്കോട്ടെ,
ഈ സമൂഹത്തിലെ ഏതെങ്കിലും നിലയിലൊക്കെ പ്രവർത്തിക്കുന്ന നല്ല നല്ല മിടുക്കരായ, അല്ലെങ്കിൽ ജീവിതം കൊണ്ട് ഒരു കോൺട്രിബ്യൂഷനായി മാറിയ, ജീവിതം കൊണ്ട് ഒരു മീനിങ് സൃഷ്ടിച്ച, ജീവിതം കൊണ്ട് സക്സസ് ഉണ്ടാക്കിയ, ജീവിതം കൊണ്ട് മെറിറ്റ് ഉണ്ടാക്കിയ ഇത്തരം ആൾക്കാരെ ഒന്നും നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അവിടെയാണ് ഒരു കുഴപ്പം വരുന്നത്. അവർക്കൊരു നല്ല മെൻറ്റർ ഇല്ല. അപ്പോൾ ഇന്നലെ ഞാൻ കാലിക്കറ്റ് ചെന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നിയത്, ഞാൻ മെൻറ്റർ ചെയ്ത ഒരു കുട്ടിയാണ്. ഇന്ന് യോഗ രംഗത്തൊക്കെ വലിയ എക്സ്പേർട്ടായിട്ട് നിൽക്കുന്ന, ലോകരാജ്യങ്ങളിലൊക്കെ ഒരുപാട് ശിഷ്യന്മാരുള്ള ഒരു യോഗ ഗുരുവാണ് അവൻ. പക്ഷെ ഞാൻ ആ കറക്റ്റ് ടൈമിൽ അവനെ മെൻറ്റർ ചെയ്യാൻ എനിക്കൊരു ഭാഗ്യം ഉണ്ടായതുകൊണ്ട് അവൻ ഇന്നലെയും പറഞ്ഞൊരു കാര്യം അതാണ്, സാർ വളരെ ഹോപ്പ്ലെസ് ആയിട്ടിരിക്കുന്ന ഒരു ടൈമിലാണ് സാറിൻ്റെ ലൈഫിലേക്ക് വരുന്നത്. ദാറ്റ് ഹസ് ട്രാൻസ്ഫോർം മൈ ലൈഫ്. എനിക്ക് വലിയൊരു ഹോപ്പിലേക്ക് വരാനും എനിക്കിന്ന് വളരെ മീനിങ് ഫുൾ ആകാനും കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷം. അപ്പോൾ ഇന്നലെ ഞാൻ കാലിക്കറ്റ് ചെല്ലുമ്പോൾ ഇന്നലെ എന്നെ വിളിച്ചുകൊണ്ട് പോയി നല്ല അവിടുത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ എന്നെ കൊണ്ടുപോയി എൻ്റെ കൂടെ ഇപ്പോൾ ഒരുപാട് സമയം ചിലവഴിച്ച് ഇപ്പോഴും ആ മെൻറ്ററിങ് ആ ഒരു പൊസിഷനിൽ ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ ഇത് ഒരു ചില കുട്ടികളുടെയൊക്കെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും അങ്ങനെ ആരെങ്കിലുമൊക്കെ അവരെ ഒന്ന് മെൻറ്റർ ചെയ്യാനോ, ആരെങ്കിലുമൊക്കെ ഒന്ന് ഇടപെടാനും, ഒന്ന് പോസിറ്റീവായിട്ട് ക്ഷമയോടെ അവരുടെ അടുത്ത് ഇടപെടുക, ഒന്ന് അവരെ റെസ്പെക്റ്റ് ചെയ്യുക, അവരുടെ വിഷയങ്ങളെയൊക്കെ ഒന്ന് വാലിഡേറ്റ് ചെയ്യുക, അവരെ ഒന്ന് കേൾക്കുക, ഇതൊക്കെ ചെയ്യാനുള്ള ക്ഷമയുണ്ടെങ്കിൽ ആർക്കും വേണമെങ്കിലും ആൺകുട്ടികളെ ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുവരാം. എനിക്ക് അത്തരത്തിലുള്ള വലിയ ഒരു സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഡിഫിക്കൽറ്റിയോടെ വന്ന ധാരാളം കുട്ടികളുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് ഇടപെടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആൺകുട്ടികളെ സംബന്ധിച്ച് നമുക്ക് അവർ കാണിക്കുന്ന നോട്ടിനെസ്സും അവർ കാണിക്കുന്ന ധാർഷ്ട്യവും അഹങ്കാരവും എല്ലാം അവരുടെ ഉള്ളിലെ ഫിയറാണ്, ആങ്സൈറ്റിയാണ്, അവരുടെ ഉള്ളിലെ ഇൻസെക്യൂരിറ്റിയാണ്. ഇത് മനസ്സിലാക്കിയാൽ മതി നമുക്ക്. അല്ലാതെ അത് അഹങ്കാരമാണെന്നും പറഞ്ഞിട്ട് അവരെ നമ്മൾ അകറ്റി നിർത്താനും അവരെ മോശക്കാരാക്കാനും ശ്രമിച്ചാൽ അവരിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവില്ല. അപ്പോൾ അത് ഒരു പേഴ്സണാലിറ്റിയുടെ ഏരിയയിൽ അവർക്ക് എവിടെയൊക്കെയാണ് ബുദ്ധിമുട്ടുള്ളത്, മെൻ്റൽ ഹെൽത്തിൽ അവർക്ക് എവിടെയാണ് ബുദ്ധിമുട്ടുള്ളത്, ഇമോഷണലായിട്ട് അവർക്ക് എവിടെയാണ് ബുദ്ധിമുട്ടുള്ളത്, അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണ്, ഒരു കാഴ്ചപ്പാടില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ്. ചില കുട്ടികൾക്കൊക്കെ അങ്ങ് ബ്രാൻഡിൻ്റെ പുറകിനൊക്കെ നടക്കുകയാണ്, ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള കാര്യങ്ങൾ വേണം. അതുപോലെ തന്നെ അവർക്ക് ഒരു എഫേർട്ട് വിടാൻ വയ്യെങ്കിലും അവർക്ക് വലിയ വലിയ ആൾക്കാരാവണം. ഇങ്ങനെയൊക്കെ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടും അതുപോലെ ഇല്ലോജിക്കലായിട്ടും ഇറാഷണലായിട്ടും ഒക്കെ ചിന്തിക്കുന്ന കുട്ടികളുണ്ട്. അതൊക്കെ അവരുടെ പേഴ്സണാലിറ്റീസിലെ ഇഷ്യൂ ആണ്. അവരെ അതിൽ നിന്നൊക്കെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. അവർക്ക് പറ്റിയ ലക്ഷ്യങ്ങളിലേക്ക്, അവർക്ക് പറ്റിയ കാഴ്ചപ്പാടിലേക്ക്, അവർക്ക് പറ്റിയ ഒരു ജീവിത രീതി നമ്മൾ ചെറിയ പ്രായം മുതലേ അവരെ ശീലിപ്പിക്കണം. ഇല്ലാത്തതെല്ലാം കൊടുത്ത് അവരെ ഏതാണ്ട് ഭയങ്കരമാക്കി കൊണ്ടുവരാനൊന്നും ശ്രമിക്കരുത്. ആവശ്യമില്ലാത്ത ലക്ഷ്യങ്ങളൊന്നും അവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. ഒരു റിയലിസ്റ്റിക്കായിട്ട് അവരായിരിക്കുന്ന അവസ്ഥയിൽ, അവരുടെ ഒരു ഇൻ്റലക്ച്വൽ, ഫിസിക്കൽ, ഇമോഷണൽ ലെവലിൽ അവരെ എത്തിക്കാവുന്നതിൻ്റെ ബെസ്റ്റ് ഫോമിൽ അവരെ എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുക. അത് വേഷവിധാനത്തിലായാലും ജീവിത രീതിയിലായാലും എല്ലാം ഒരു മിതത്വവും സിംപ്ലിസിറ്റിയും ഒക്കെ അവരുടെ ലൈഫിൽ കൊണ്ടുവരണമെങ്കിൽ അത്തരത്തിലൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന പേരൻസൊക്കെ അവർക്കുണ്ടാവണം. അങ്ങനെയൊക്കെ അവരെ ഒന്ന് സ്വാധീനിക്കാനായിട്ട് എന്തായാലും ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന ക്യാച്ച് ദം വെരി യങ്. ചെറിയ പ്രായം മുതലേ അവരെ സ്വാധീനിക്കുക. പലരും ഒരു 18 വയസ്സും 15 വയസ്സ് കഴിഞ്ഞും 18 വയസ്സിൽ 22 വയസ്സിലൊക്കെയാണ് വിളിച്ചിട്ട്, സാറേ ഇവനെ എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ഇനി ഒരു മാറ്റം വരുത്താൻ പറ്റുന്നത്. അതുപോലെ കുട്ടികളെയൊക്കെ ഈ വിദേശ രാജ്യത്ത് ഇവിടെ എന്തെങ്കിലും പ്രശ്നമായി കഴിയുമ്പോൾ അവരെ വിദേശ രാജ്യത്തേക്ക് എങ്ങനെയും കയറ്റി അങ്ങ് അയക്കുകയാണ്. എത്ര പൈസ പോയാലും കുഴപ്പമില്ല, സമാധാനം. ഞാൻ ഒരു കാര്യം പറയും, ഇവിടെ മികച്ചു വരാത്തൊരു കുട്ടികൾ ഒരു രാജ്യത്തൊന്നും ചെന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം ഇവിടെ അച്ചടക്കവും ഇവിടെ ആത്മാർത്ഥതയും ഇവിടെ എഫേർട്ടും ഇടാത്ത ഒരു കുട്ടി, ഇവിടെ ഡിസിപ്ലിൻ ഇല്ലാത്തൊരു കുട്ടി ലോകത്ത് എവിടെ ചെന്നാലും അവിടെ ഒന്നും അവർ രക്ഷപ്പെടാൻ പോകുന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ അവരെ നല്ല ഫൗണ്ടേഷൻ കൊടുത്ത്, നല്ല സ്ട്രെങ്ത് കൊടുത്ത്, നല്ല കാഴ്ചപ്പാട് കൊടുത്ത് അവരെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. ഈ വലിയ വലിയ ആൾക്കാരൊന്നും ആയില്ലെങ്കിലും കുഴപ്പമില്ല, അവർ ജീവിതത്തിൽ ജീവിക്കാൻ കരുത്തരായി മാറട്ടെ. അപ്പോൾ പതുക്കെ അവരവിടുന്ന് സ്കെയിലപ്പ് ചെയ്തോളും. ആരും വലുതായിട്ടൊന്നും പൊട്ടി വീണവരല്ല. നല്ല ഫൗണ്ടേഷനുണ്ടോ അവരേത് ലെവലിൽ നിന്നും മുകളിലോട്ടേ പ്രോഗ്രസ് ചെയ്യത്തുള്ളൂ. നേരെ മറിച്ചൊരു ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ എത്ര വലിയ കാര്യങ്ങളാക്കാൻ നിങ്ങൾ ശ്രമിച്ചാലും അതെല്ലാം തകർന്നു വീഴും. ഈ കാര്യങ്ങൾ ആൺകുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കാൻ എല്ലാവരും
തയ്യാറാവണം. കുട്ടികൾക്ക് പിന്നെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ മാതാപിതാക്കൾ പ്രോപ്പറായിട്ട് ഗൈഡഡ് ആവുകയും അധ്യാപകർ നല്ലതായിട്ട് പരിശീലിക്കപ്പെടുകയും ചെയ്താൽ ആൺകുട്ടികളെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പിന്നെ സ്കൂളുകളിലൊക്കെ വളരെ പ്രധാനമായിട്ടും ആൺകുട്ടികളെ പഠിപ്പിക്കാനായിട്ട് കുറേ ക്ലാസ്സിലിരുത്തി പുഴുങ്ങുക മാത്രം ചെയ്താൽ നടക്കില്ല. അവരോട് വഴക്കിടുകയും അവരോട് പിന്നെ അഗ്രസീവ് ആവുകയും ചെയ്യുന്ന ടീച്ചേഴ്സിനെയൊക്കെ പ്രോപ്പറായിട്ട് കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് എക്സ്ട്രാ കരിക്കുലർ കോ കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ കൊടുത്തുകൊണ്ട് അവരെ കൂടി എൻഗേജ് ചെയ്തുകൊണ്ട് അവരെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെ മാത്രമേ അവരെ ഇനിയുള്ള കാലത്ത് പഠിപ്പിക്കാനായിട്ടൊക്കെ പറ്റുള്ളൂ. അവർക്ക് കാഴ്ചപ്പാടും ദർശനമൊക്കെ കൊടുക്കണമെങ്കിൽ ആ തരത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന മികച്ച അധ്യാപകരൊക്കെ അവരുടെ ലൈഫിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. നമ്മളെല്ലാത്തിനും കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുറേ കുറ്റങ്ങളൊക്കെ നമ്മുടെ ഭാഗത്താണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും രക്ഷിക്കാൻ കഴിയും. അതിനുവേണ്ടി നമുക്ക് കൈകോർക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷകരമായ ജീവിതം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.